ഇലക്ട്രോണിക്സ് മാർക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. JVC കമ്പനിയുടെ MX-J30 മോഡൽ ഹൈഫൈ സെറ്റിൻ്റെ സർവീസാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഈ സെറ്റിൻ്റെ ഫ്രണ്ട് പാനൽ സ്വിച്ചുകൾ പലതും കംപ്ലൈൻ്റ് ആണ്. അതുപോലെ തന്നെ ഒരു USB ബോർഡ് ഇൻസ്റ്റാൾ ചെയ്യണം എന്നാവശ്യമായിട്ടാണ് കസ്റ്റമർ നമുക്കിത് സർവീസിന് തന്നിരിക്കുന്നത്. ഇതാണ് ഈ സെറ്റിൻ്റെ ഉൾഭാഗം. ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ വളരെയധികം സൂക്ഷിക്കണം. ഒരുപാട് പഴക്കമുള്ള സെറ്റാണിത്. നമുക്കിനി ഈ സെറ്റിൻ്റെ ഓരോ ഭാഗങ്ങളായി ഓപ്പൺ ചെയ്തെടുക്കാം. ഇത് ഈ സെറ്റിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഫ്രണ്ട് പാനലാണ്. റൊട്ടേറ്റ് ചെയ്യുന്ന ഫംഗ്ഷനൊക്കെ നേരത്തെ തന്നെ കംപ്ലൈൻ്റ് ആയി പോയി എന്നാണ് കസ്റ്റമർ പറഞ്ഞിരുന്നത്. ഈ ഫ്രണ്ട് പാനലിൽ ഒരു ബട്ടൺ പോലും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. നമുക്കതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. ഫ്രണ്ട് പാനൽ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ സ്വിച്ചുകൾ വർക്ക് ചെയ്യാത്തതിന് കാരണം നമുക്ക് മനസ്സിലായി. എല്ലാ സ്വിച്ചുകളിലും തുരുമ്പുണ്ട്. നമുക്ക് ഈ സ്വിച്ചുകളെല്ലാം ഒന്ന് ചേഞ്ച് ചെയ്യാം. ഫ്രണ്ട് പാനലിലെ സ്വിച്ചുകൾ മാറുമ്പോൾ ഈ ഭാഗത്തെ സ്വിച്ചുകൾ മാത്രമല്ല, ഈ സെറ്റിലുള്ള എല്ലാ സ്വിച്ചും ഒരുമിച്ച് മാറുവാൻ ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ വീണ്ടും അത് സ്വിച്ചുകളുടെ കംപ്ലൈൻറ്റുകൾ കാണിക്കും. സ്വിച്ചുകൾ മാറുന്നതിനൊപ്പം തന്നെ നമ്മൾ സെറ്റിൻ്റെ ഫ്രണ്ടിൽ USB ബോർഡിൻ്റെ ഡിസ്പ്ലേ വയ്ക്കുന്ന വർക്ക് കൂടി ചെയ്യുന്നുണ്ട്. അതല്ല എങ്കിൽ ഈ സെറ്റിൻ്റെ ഫ്രണ്ട് പാനൽ വീണ്ടും ഓപ്പൺ ചെയ്യേണ്ടി വരും. റൊട്ടേറ്റ് ചെയ്യുന്ന മെക്കാനിസം വളരെയധികം ഡാമേജ് ആണ്. മോട്ടറെല്ലാം മാറേണ്ടി വരും. അത് കസ്റ്റമറോട് പറഞ്ഞപ്പോൾ ആ രീതിയിൽ തന്നെ വർക്ക് ചെയ്താൽ മതി എന്നാണ് കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല. നമ്മൾ ഇതിന് മുമ്പ് ചെയ്യുന്നത് പോലെ തന്നെ USB ബോർഡിൻ്റെ ഡിസ്പ്ലേ ഓപ്പൺ ചെയ്തെടുത്തതിന് ശേഷം സെറ്റിൻ്റെ ഫ്രണ്ട് പാനലിനോട് ചേർത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഡിസ്പ്ലേ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഭാഗത്തായി കുറച്ച് ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. താഴെ ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ USB സോക്കറ്റ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. USB ബോർഡിൻ്റെ ഡിസ്പ്ലേ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ USB ബോർഡിൻ്റെ സോക്കറ്റും നമ്മൾ ഈ ഭാഗത്തായി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. സോൾഡറിംഗ് അയൺ ഉപയോഗിച്ചാണ് നമ്മൾ ഈ സോക്കറ്റിന് വേണ്ടി ഹോൾ ഇടുന്നത്. ഒരുപാട് വർക്കുകളിൽ നമ്മളതെല്ലാം കാണിച്ചുകൊണ്ടാണ് നമ്മളത് വീണ്ടും വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. സെറ്റിൻ്റെ ഓക്സ് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നതിനൊപ്പം വർക്ക് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ USB ബോർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ പോലും ഈ സെറ്റിൽ ഓക്സ് ഫംഗ്ഷൻ നമുക്ക് വർക്ക് ചെയ്യിക്കാൻ കഴിയും. അതിന് കാരണം USB ബോർഡിൽ ഓക്സ് ഫംഗ്ഷൻ ഉണ്ട്. ഈ സെറ്റിൻ്റെ വർക്കുകളെല്ലാം തീർന്നിട്ടുണ്ട്. ഈ ഫ്രണ്ട് ഗ്ലാസ് കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെറ്റിൻ്റെ വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയി. കസ്റ്റമറിൻ്റെ കയ്യിൽ ഈ സെറ്റിന് റിമോട്ട് ഉണ്ടായിരുന്നില്ല. ആ റിമോട്ട് ഒന്ന് സംഘടിപ്പിച്ച് കൊടുക്കുമോ എന്ന് കസ്റ്റമർ ചോദിച്ചിരുന്നു. ഇത്രയും പഴക്കമുള്ള സെറ്റ് ആയതുകൊണ്ട് തന്നെ ഈ സെറ്റിൻ്റെ ഒറിജിനൽ റിമോട്ട് ലഭിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ USB ബോർഡിൻ്റെ റിമോട്ടും ഈ സെറ്റിന് ആവശ്യമായിട്ടുള്ള ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നതിനുമുള്ള റിമോട്ടും നമ്മൾ റിമോട്ടിലേക്ക് പെയർ ചെയ്യുകയാണ്. അതിനായി മാർക്കറ്റിൽ വരുന്ന റിമോട്ടാണ് ഈ കാണുന്നത്. ആ റിമോട്ട് പെയർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാവുന്നതാണ്. സെറ്റിന് കറക്റ്റായി ആ റിമോട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ സെറ്റിൻ്റെ ഫംഗ്ഷനും ഈ USB ബോർഡിൻ്റെ ഫംഗ്ഷനും എല്ലാം നമുക്ക് ഈ റിമോട്ടിൽ പെയർ ചെയ്തെടുക്കാം. ഈ USB ബോർഡിൻ്റെ പാർട്ട് ചേഞ്ച് ചെയ്യുന്നതും വോളിയം കൂട്ടുന്നതും സെറ്റിന് വോളിയം കൂട്ടുന്നതും സെറ്റിൻ്റെ ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യുന്നതുമായ എല്ലാ ആവശ്യമുള്ള ബട്ടണുകളും നമുക്ക് ഈ റിമോട്ടിൽ പെയർ ചെയ്തെടുക്കാവുന്നതാണ്. വീഡിയോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റിമോട്ടിൻ്റെ വർക്കിംഗ് കൃത്യമായി മനസ്സിലാവും. ഈ റിമോട്ട് ലോക്കൽ മാർക്കറ്റിൽ ലഭ്യമാണ്. അധികം വിലയൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ഈ സെറ്റിൻ്റെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. Echoing around these walls, fighting to create